ട്രിവാൻഡ്രം മാരത്തോണിൻ്റെ ട്രെയിനിങ് വ്ളോഗ് അങ്ങനെ അവസാനം നമ്മൾ തുടങ്ങുകയാണ് സുഹൃത്തുക്കളെ. സോ ഇന്ന് 5:19 ഉറക്കണീറ്റു, ഇലക്ട്രോലൈറ്റൊക്കെ എടുത്തു, ഒരു ലോങ് റൺ പോകാനുള്ള പ്ലാനായിരുന്നു. സോ എൻ്റെ റണ്ണിങ് വെസ്റ്റൊക്കെ ഇട്ടിട്ട് നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി. കഴിഞ്ഞ ഞായറാഴ്ചത്തെ ലോങ് റണ്ണിന് ശേഷം ഞാൻ ഒരാഴ്ച ബ്രേക്ക് ആയിരുന്നു. കാരണം കാലിൻ്റെ അടിയിൽ ഒരു ചെറിയ വേദന ഉള്ളതുകൊണ്ട് ഞാൻ വെറുതെ പുഷ് ചെയ്തില്ല. കാരണം ട്രിവാൻഡ്രം മാരത്തോൺ ഇനി ആകെ 2 ആഴ്ചയേ ഉള്ളൂ. സോ പുഷ് ചെയ്യുന്നതിൽ കാര്യമില്ല. ഷൂ ആണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ പുതിയൊരു ഷൂ വാങ്ങിച്ചായിരുന്നു. കിപ്രണ്ണിൻ്റെ ജോക്ക് ഫ്ലോ 190.1 എന്ന് പറഞ്ഞ ഈ മോഡലാണ്. ഷൂവിനെ പറ്റിയുള്ള ഡീറ്റെയിൽ റിവ്യൂ ഞാൻ വരുന്ന ദിവസങ്ങളിൽ ഇടുന്നുണ്ടാവും. അപ്പോൾ ഇന്ന് കാര്യവട്ടത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൻ്റെ ഫ്രണ്ടിലുള്ള റോഡിലെ ഹിൽ റിപ്പീറ്റ്സ് ആയിരുന്നു ഇന്നത്തെ പ്ലാൻ. ഒരു 10 കിലോമീറ്റർ പ്ലസ് റണ്ണ് പ്ലാൻ ചെയ്താണ് പോയെങ്കിലും 8 കിലോമീറ്റർ ആയപ്പോൾ വീണ്ടും എനിക്ക് പുതിയ ഷൂവിലും കാലുവേദന വന്നുകൊണ്ട് ഞാൻ റണ്ണ് നിർത്തി. ഇന്ന് നന്നായിട്ട് വാമപ്പൊക്കെ ചെയ്തിട്ടാണ് റൺ ചെയ്തത്. സോ ഞാൻ മനസ്സിലാക്കിയ ഒരു സംഭവം, ഞാൻ യൂഷ്വലി ലെവൽ സർഫസിലാണ് റൺ ചെയ്യുന്നത്. പെട്ടെന്ന് ഞാൻ അതിൽ മാറി ഹിൽസിലോട്ട് ചെയ്യുന്നതുകൊണ്ട് ആ സ്ട്രെസ്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ എനിക്ക് വരുന്ന വേദനയാണെന്നാണ് എൻ്റെ ഡൗട്ട്. എൻ്റെ ട്രെയിനിങ് വീഡിയോസ് സ്ഥിരമായി കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും ഞാൻ കൂടുതലും ട്രാക്കിലാണ് ട്രെയിൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ എലവേഷൻ ഗെയിൻ 0 ആണ്. പക്ഷേ ഗ്രീൻഫീൽഡ് പോലത്തെ ഈ ഒരു റൂട്ടിൽ എലവേഷൻ ഗെയിൻ 8 കിലോമീറ്ററിൽ 150 അടുപ്പിച്ചാണ് വരുന്നത്. സോ പെട്ടെന്ന് ഒരു എലവേഷൻ ഗെയിൻ ആഡ് ചെയ്തപ്പോൾ വരുന്ന വേദനയാണോ എന്നുള്ളത് എനിക്ക് നല്ലൊരു സംശയമാണ്. ഷൂ മാറിയിട്ടും സെയിം ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ ഡിസ്റ്റൻസ് പുഷ് ചെയ്യുന്നതിൽ കാര്യമില്ലാന്ന് തോന്നി ഞാൻ ലോങ് റൺ പ്ലാനൊക്കെ ഡ്രോപ്പ് ചെയ്ത് 8 കിലോമീറ്ററിൽ നിർത്തിയിട്ട് നേരെ വീട്ടിലോട്ട് വന്നു. വീട്ടിൽ വന്ന് ഷൂ മാറ്റി അഫക്റ്റഡ് ഏരിയയിൽ ഐസ് വെച്ചു. വിസിബിളായ ഒരു ഇഞ്ചറി ഇല്ല, പക്ഷേ വേദന ഉണ്ട്. അതായത് മസിലേക്കോ ബോണിലുള്ള വേദന ആണെങ്കിൽ ബെസ്റ്റ് മെഡിസിൻ റൈസ് ആണ്. അതായത് റെസ്റ്റ്, ഐസ്, കംപ്രഷൻ, എലവേഷൻ. സോ ഞാൻ ഇങ്ങനത്തെ ഇഷ്യൂസിൽ ഫുട്ബോൾ കളിക്കുന്ന സമയം മുതലേ ഐസാണ് വെക്കുന്നത്. അത് തന്നെയാണ് ഞാൻ ഇവിടെയും ഫോളോ ചെയ്തത്. അങ്ങനെ വീട്ടിൽ വന്ന് ഒരു ഐസ് പാക്ക് വെച്ച് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തപ്പോഴത്തേക്ക് വേദന കുറച്ച് കുറഞ്ഞു. ഐസ് വെച്ച് കഴിഞ്ഞ് നേരെ സ്ട്രെച്ചിങ്ങിലോട്ട് പോയി. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം സെയിം ഇഞ്ചറി വന്ന സമയത്ത് ഞാൻ നോട്ടീസ് ചെയ്തതാണ്, ഇത് ആദ്യം നമുക്ക് കാലിലാണ് തുടങ്ങുന്നതെങ്കിലും പിന്നെ കാഫിലോട്ടും വേദന പോകും. സോ ഇന്നത്തെ ഫോക്കസ് കാഫായിരുന്നു. കാഫ് ഞാൻ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്തു, ഫോം റോൾ ചെയ്തു. ഫോം റോൾ ചെയ്തപ്പോൾ തന്നെ കാലിൽ നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഒന്ന് മസിൽസൊക്കെ റിലാക്സ് ആയ പോലെ എനിക്ക് തോന്നി. പിന്നെ കാഫിന് വേണ്ടി സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ഇതുപോലത്തെ വർക്കൗട്ടും സ്ട്രെച്ചസും ഒക്കെ ചെയ്തു. പിന്നെ ഞാൻ എൻ്റെ സിംഗിൾ ലെഗ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് നോക്കിയപ്പോൾ കാഫിൽ എനിക്ക് വലിയ പെയിനൊന്നും തോന്നിയില്ല. സോ കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രയും ഈ പ്രാവശ്യം എന്തായാലും ഞാൻ അഫക്റ്റ് ആയിട്ടില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പായി. സ്ട്രെച്ചിങ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട ന്യൂട്രീഷൻ ആയിരുന്നു. സോ 1 വീക്ക് ബ്രേക്ക് ആയതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ്ലി ന്യൂട്രീഷൻ എടുക്കുന്നില്ലായിരുന്നു. സോ ഇന്ന് തൊട്ടത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. ക്രിയാറ്റിനും പ്രോട്ടീനും പിന്നെ റണ്ണിന് മുന്നേ എൽകാർണൈറ്റ് പ്രീ വർക്കൗട്ടായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. മോട്ടോ GPയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ കംബാക്കുകളിലൊന്നായിരുന്നു ഇന്ന് മാർക്ക് മാർക്കേസ് ചെയ്ത് വീണ്ടും വേൾഡ് ചാമ്പ്യനായ 2025. സോ ആ റേസ് എന്തുകൊണ്ടും എനിക്കിന്ന് മിസ്സാക്കാൻ പറ്റാത്തൊരു റേസായിരുന്നു. ഒരു ഇഞ്ചറിയുടെ ഭീഷണിയൊക്കെ ഉള്ള സമയത്ത് ഇതിലും നല്ല മോട്ടിവേഷൻ വേറെ ഇവിടെ നിന്ന് കിട്ടാനാലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഞാനപ്പോൾ ഇനി ഉറങ്ങാൻ പോവുകയാണ്. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.